ചില രോഗങ്ങൾ ഇപ്പോൾ ജലദോഷം, തൊണ്ടവേദന, ചുമ ഈ രോഗങ്ങളൊക്കെ സാധാരണ കാലഘട്ടത്തിനനുസരിച്ച് ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് എപ്പോഴും പടർന്ന് പന്തലിക്കുന്ന ഒന്നാണ്. അത് ചില മനുഷ്യർക്ക് അത് തനിയെ മാറും, ചില മനുഷ്യർക്ക് അത് മരുന്ന് തന്നെ വേണം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ജലദോഷപ്പനി വന്നാൽ ഗുളിക കഴിച്ചാൽ 7 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അതിനുള്ളിൽ അത് സെറ്റിലാവും. അതെന്ന് വെച്ചാൽ വൈറൽ രോഗങ്ങൾക്ക് നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം, അതിന് ശരീരത്തിന് തന്നെ ആ രോഗത്തിനെ പ്രതിരോധിച്ച് അത് ഇല്ലാതാക്കാൻ ഒരു മെക്കാനിസം ഉണ്ട്. അതിനുള്ള ടൈം നമുക്ക് കൊടുക്കണം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാം. എന്നാൽ ഒരു ഇൻഫെക്ഷൻ്റെ കൂടെ ശക്തിയായ പനി, നിർത്താതെയുള്ള ചുമ, ശ്വാസം മുട്ട്, നെഞ്ചുവേദന, അല്ലെങ്കിൽ മുഖത്ത് വേദന, ശക്തിയായ തലവേദന, ഇങ്ങനത്തെ തൊണ്ടവേദന, ഒട്ടും ആഹാരമോ വെള്ളമോ വിഴുങ്ങാൻ പറ്റാത്ത അവസ്ഥ, ചെവി വേദന, ഇതൊക്കെയാണ് ഒരു രോഗത്തിൻ്റെ ഡേഞ്ചർ സൈൻ. ഇങ്ങനെയുള്ളപ്പോൾ നമ്മളത് വെച്ചുകൊണ്ടിരിക്കരുത്. അത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് ചെല്ലേണ്ടതാണ്. ഇതൊക്കെ സാധാരണ ഒരു OP കൺസൾട്ടേഷനിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സെൻറ്ററിൽ ചികിത്സിക്കാവുന്ന സംഗതികളാണ്. ഇതിനോടൊപ്പം 3-4 പ്രാവശ്യം വൊമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൂസ് മോഷൻ, അല്ലെങ്കിൽ വയറുവേദന, അതൊക്കെ നമുക്കൊരു മെഡിക്കൽ സെൻറ്ററിൽ ചെന്നാൽ അതിന് വേണ്ട ഇഞ്ചക്ഷനും ഡ്രിപ്പ് ഒക്കെ എടുത്തിട്ട് അതങ്ങ് ശരിയാവും. എന്നാൽ വേറെ ചില അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഒരു നെഞ്ചുവേദന എന്ത് കാരണമാണെന്ന് അത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഹാർട്ടിൻ്റെ വേദനയാണോ, അതോ നെഞ്ചിൻ്റെ ലങ്സിൻ്റെ ശ്വാസകോശ സംബന്ധമായ വേദനയാണോ, അതോ നമ്മുടെ കുടൽ ആമാശയം അതിൻ്റെ തരം വേദനയാണോ, ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കുറേ നേരം ഈ രോഗിയെ ഒബ്സർവേഷനിൽ വെക്കണം. അത് ചിലപ്പോൾ 6 മണിക്കൂറായിരിക്കാം, അല്ലെങ്കിൽ 12 മണിക്കൂറായിരിക്കാം, ചിലപ്പോൾ 2 ദിവസം ഒബ്സർവേഷന് വെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ സേവനമാണ് നല്ലത്.